സാറേ, ഇപ്പോൾ നിലവിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് വലിയൊരു ഇവിടുത്തെ പെൺകുട്ടികളാണെങ്കിലും വലിയ ഭീഷണി നേരിടുന്നൊരു കാര്യമാണ്. പക്ഷേ വലിയ രീതിയിൽ ഈ ലവ് ജിഹാദ് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിനെതിരെ നിയമപരമായിട്ടുള്ള ശക്തമായിട്ട് നടപടികളും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ലവ് ജിഹാദ് എന്നൊരു വിഷയം ഇപ്പോൾ മുള പൊട്ടിയ ഒരു സംഭവമല്ല. വളരെ നാളുകളായി കേരളത്തിൽ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇതിനെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നീതിന്യായ നിർവഹണത്തിലോ നിയമപാലകരോ ഇതിനെ ലവ് ജിഹാദ് എന്ന് രേഖപ്പെടുത്താൻ തയ്യാറല്ല. ഇരയായ കുട്ടികളെല്ലാം ഇത് ലവ് ജിഹാദാണ് എന്ന് പറയുന്നു. സമൂഹം ഇതിനെ ലവ് ജിഹാദായി ചിത്രീകരിക്കുന്നു. പക്ഷേ നിയമപാലകരും നീതിന്യായ പീഠങ്ങളും ഇതിനെ അത്തരത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്കിന് വളരെ വിലപ്പെട്ടതാണെങ്കിൽ പോലും ഔദ്യോഗിക തലത്തിൽ തള്ളപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. അതിന് മറ്റൊന്നുമല്ല കാരണം, ഒരു പ്രത്യേക മതവിഭാഗം നടത്തുന്ന ഈ പീഡനങ്ങളെ അംഗീകരിക്കാൻ ഔപചാരിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്നത്. ഇത് കൃത്യമായി അതിനെ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് നിലവിലുള്ള നിയമങ്ങൾ നടപ്പാക്കിയാൽ മതി. ആ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ നീക്കം അധികാര കേന്ദ്രങ്ങൾ നടത്തിയാൽ ഇത്തരം വിഷയങ്ങൾ ഇല്ലാതാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ, നിരവധി സംഭവങ്ങൾ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുണ്ട്. ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിലെല്ലാം തന്നെ ആരെങ്കിലും ഇതിനെ പരാതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിയമപാലകരുടെ അടുത്തു നിന്നോ നീതിന്യായ പീഠങ്ങളുടെ അടുത്തു നിന്നോ ഒരു നീതി ഈ പറഞ്ഞ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. കാരണം പ്രായപൂർത്തി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവരുടെ വാക്കുകൾക്ക് വില കൊടുത്ത് അവരാണെങ്കിൽ ഈ കൗമാരം വിട്ട് യുവത്വത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് എല്ലാവരും ഇതിൽ ചെന്ന് ചാടുന്നത്. 2-3 കാരണങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഹിന്ദു കുടുംബങ്ങളിലെ സാമ്പത്തിക പരാധീനത. 2, ഈ കുട്ടികൾക്ക് ഈ എന്താ പറയുക, സാമ്പത്തികമായുള്ള ആളുകളെ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഇവരെ ട്രാപ്പിൽ വീഴ്ത്താൻ വേണ്ടി ഈ സമുദായത്തിൻ്റെ ചില വിഭാഗങ്ങൾ സാമ്പത്തികം കാശ് മുടക്കി കുട്ടികളെ ശമ്പളം കൊടുത്ത് നിയോഗിക്കുന്നു എന്ന് പോലും നമുക്ക് വടക്കൻ മലബാറുകളിൽ നിന്ന് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയെ വീഴ്ത്തിയാൽ ഇത്ര രൂപ, അത് 15 വയസ്സാണെങ്കിൽ ഇത്ര രൂപ, 18 വയസ്സാണെങ്കിൽ ഇത്ര രൂപ എന്ന് അവർ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ തയ്യാറാകുന്നത്. അത് ഒരാൾ തന്നെ പലതിലും ഒരേ സമയം ജിഹാദ് നടത്തുന്ന സംഭവങ്ങളും നമുക്ക് കൂടുതലിത് വടക്കൻ കേരളത്തിലാണ് കണ്ടുവരുന്നത്. ദക്ഷിണ കേരളത്തിലും ഇല്ലാതില്ല. ഇതിനൊരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് അവർ നീങ്ങുന്നു. അതിന് ഈ കാലം അത്രയും പെൺകുട്ടികൾ വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ വഴങ്ങലിൽ നിന്ന് എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഹൈന്ദവ സമാജത്തിലെ പെൺകുട്ടികളുടെ നീക്കങ്ങൾ. അവർക്ക് താൽക്കാലികമായ ചില സുഖാനുഭവങ്ങളുടെ എന്താ പറയുക വീഴ്ചകളാണ് അവർക്ക് ആവശ്യം. അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ ശാരീരികമാകാം. മാനസികമായി ഇതിനകത്ത് ഉല്ലാസം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ആദ്യത്തെ 1-2 കാലഘട്ടങ്ങളിൽ 1-2 തവണകളിൽ അവർക്ക് ഇതിനകത്തൊരു മാനസിക സുഖം ലഭിച്ചാൽ പോലും പിന്നീട് അങ്ങോട്ട് അവർ ജിഹാദിൻ്റെ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് പോലും പിന്നീട് ടെൻഷനാണ്. നിർഭാഗ്യവശാൽ ആ സമയത്ത് ഈ പെൺകുട്ടികൾ വലയിൽ വീഴുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ആവുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രതിഭാസം. ഇതിനെതിരെ ഏത് സംഘടനയാണ് രംഗത്ത് വരിക എന്നുള്ളതാണ് പ്രശ്നം. കാരണം സംഘടനകൾ രംഗത്ത് വന്നിട്ട് കാര്യമില്ല. കാരണം അധികാരികൾ അല്ലെങ്കിൽ നീതിപീഠങ്ങൾ ഇതിന് മുഖം തിരിച്ച് നിൽക്കുകയാണ്. പ്രായപൂർത്തിയായി എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ പീഡനം ഇന്നും നടമാടുന്നത്. ഭീകരമായ രൂപത്തിൽ നടമാടുന്നുണ്ട്. പലരെയും ഇതിൽപ്പെടുത്തി വിദേശ, സിറിയ,
അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക്, നാടുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നു എന്ന് പോലും നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അതിനെ ബന്ധപ്പെടുത്തി ഒരു സിനിമ തന്നെ വന്നപ്പോൾ അതിനെ എതിർത്ത സാംസ്കാരിക നായകരാണ് നമുക്കുള്ളത്. സത്യം പുറത്ത് വരരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ന്യൂനപക്ഷ വിശിഷ്യ ഇസ്ലാമിക പ്രീണനം എന്നുള്ള നിലയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന, ജിഹാദിൽ പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഒരുപക്ഷെ ഈ സാംസ്കാരിക നായകർക്കും ഈ രാഷ്ട്രീയക്കാർക്കും ലഭിക്കുന്നുണ്ടാകാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതെങ്ങനെ തീർക്കാമെന്ന് ആലോചിക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ്. അല്ലാതെ നമ്മൾ മറ്റൊരാൾ ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിനകത്തൊരു ഞാൻ ഇത് പല കേസുകളിലും പരിശോധിച്ചപ്പോൾ കണ്ടത്, നോർമലി ഈ വിഭാഗത്തിലേക്ക് ചാടിപ്പോകുന്ന കുട്ടികൾ കുടുംബ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മത വിശ്വാസികളുടെ കുടുംബങ്ങളിൽ നിന്നാണ് പെൺകുട്ടികൾ കൂടുതലും ഈ ജിഹാദിൽപ്പെട്ടു പോകുന്നത്. അതൊരു സർവേ നടത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് മതത്തിൽപ്പെട്ട ഹൈന്ദവർ കൂടുതൽ മതേതരനാകാൻ വേണ്ടിയിട്ട്, അല്ലെ മതേതര കുടുംബമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സകല ആളുകളെയും കുടുംബത്ത് കിടപ്പറയിലും അടുക്കളയിലും കയറ്റി എന്ത് സംവിധാനവും ചെയ്തു കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഈ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കും. ആ ഗസ്റ്റുകൾ മനഃപൂർവ്വമാണ് ഈ സ്വാതന്ത്ര്യം മുതലെടുക്കുന്നത്. ആ മുതലെടുപ്പിലൂടെ ആണ് വീണു പോകുന്നതും. അപ്പോൾ ഇത്തരം ഒരു ഘടകങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മതം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. അവർക്ക് യാതൊരു കടിഞ്ഞാണുമില്ലാതെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒന്നിലധികം ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതെല്ലാം അവരുടെ കുടുംബങ്ങളിൽ കണ്ടും കേട്ടും വളരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഇതൊരു പ്രധാന വിഷയമല്ല. നമുക്കറിയാം, ഇപ്പോൾ SFI കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന, അല്ലെങ്കിൽ യുവജന സംഘടന DYFI, ഇവരെല്ലാം മയക്കുമരുന്നിനും ലൈംഗിക അരാജകത്വത്തിനും അല്ലെങ്കിൽ ലൈംഗിക പരിശീലനത്തിനും കളരിയാക്കുന്ന മേഖലയാണ് കലാശാലകൾ. എല്ലാ കോളേജുകളും ഇന്നിപ്പോൾ മയക്കുമരുന്ന് വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുൻപന്തിയിൽ നിന്ന് വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്നതും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. ഭീകര സംഘടന എന്ന് പറയാൻ കാര്യം കലാലയങ്ങൾ മുഴുവൻ കലാപ ആലയങ്ങളാക്കി മാറ്റുന്ന അവരാണ്. എത്രയോ കൊലപാതകങ്ങൾ കോളേജ് ക്യാമ്പസിനകത്ത് നടന്നിരിക്കുന്നു. നമ്മുടെ മഹാരാജാസിലാണെങ്കിലും വയനാട് വെറ്റിനറി കോളേജിലാണെങ്കിലും എല്ലായിടത്തും പീഡനങ്ങളുടെ ഒരു പിന്നെ പരമ്പര തന്നെയാണ് SFI എന്ന ഭീകര പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിലൂടെയാണ് ഈ മയക്കുമരുന്ന് കച്ചവടവും കുട്ടികളിൽ മയക്കുമരുന്ന് വ്യാപനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ മയക്കുമരുന്ന് കൊടുത്ത് അവരെ അതിന് അടിമകളാക്കിയാൽ ആ നാട് നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ് എന്ന് പഠിച്ചിട്ടുള്ള രണ്ട് മതങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മതവും ഇസ്ലാമിസ്റ്റ് മതവും. ഈ രണ്ട് വിഭാഗങ്ങളും ഈ മയക്കുമരുന്നിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. അതിലൂടെയാണ് ഈ ജിഹാദുകൾ പുറപ്പെടുന്നത്. അതിലൂടെ കേരളം ഒരു അങ്ങേറ്റം ഇന്നിപ്പോൾ എങ്ങനെ കുട്ടികളെ നശിപ്പിക്കാമോ അതിൻ്റെ പരമാവധി നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾ. ഇനി അതിൽ നിന്ന് എങ്ങനെ മോചിതമാക്കാം എന്നുള്ളത് ഇന്നത്തെ ഈ ഭരണകൂടം കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല. കാരണം ഒരേ സമയം മയക്കുമരുന്നിനെതിരെ സമരം ചെയ്യുകയും അതേ മയക്കുമരുന്ന് ലോബിയെ പ്രോത്സാഹിപ്പിച്ച് സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളിൽ പോലും പങ്കെടുപ്പിച്ച് അവരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്ന മയക്കുമരുന്ന് കേസിൽപ്പെടുന്ന പ്രതികളെ പോലും സർക്കാരിൻ്റെ പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടന്ന് ആദരിക്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സർക്കാരിൻ്റെ ഖജനാവ് മുടിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഭരിക്കുമ്പോൾ ഈ മയക്കുമരുന്നും ലവ് ജിഹാദും എല്ലാം ഇവിടെ തുടരുക തന്നെ ചെയ്യും. ഇതിനെ എതിർക്കേണ്ട മറ്റൊരു വിഭാഗം പ്രതിപക്ഷമാണ്. അവർ പോലും ഇതിനകത്ത് ഈ വിഭാഗത്തെ കേവലം 4 വോട്ടിന് വേണ്ടി, അതിലൂടെ ഭരണത്തിൽ കയറി ഖജനാവ് കൊള്ളയടിക്കുന്നതിന് വേണ്ടി മത്സരമാണ്. ഈ വിഭാഗത്തെ മത്സര ബുദ്ധിയ വീക്ഷിക്കുകയും
മറ്റു വിഭാഗങ്ങൾ നശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് വോട്ടാണ്, ഞങ്ങൾക്ക് ഖജനാവാണ് വലുത് എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയക്കാർ അധപ്പതിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറ്റം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർ തന്നെയാണ് ഇതിനകത്ത് സംഘടിക്കേണ്ടതും അവരാണ് ഇതിനകത്തൊരു ബോധവൽക്കരണം നടത്തി തങ്ങളുടെ സഹപാഠികളെ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരികളെ ഇതിൽ നിന്ന് പിന്മാറ്റി എടുക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത്. ഇതാണ് നാഷണൽ ഹിന്ദു ലീഗിൻ്റെ അഭിപ്രായം.